നമസ്കാരം. KPCC അധ്യക്ഷ പദവിയിൽ നിന്ന് കെ സുധാകരനെ മാറ്റുമെന്ന അഭ്യൂഹം ഇപ്പോൾ വീണ്ടും രാഷ്ട്രീയ കേരളത്തിൽ ശക്തമാകുമ്പോൾ അതിനിടയിൽ തന്നെ ഇപ്പോൾ ഡൽഹിയിൽ ഇത് സംബന്ധിച്ച തിരക്കിട്ട ചർച്ചകൾക്കും തുടക്കം കുറിച്ചിരിക്കുകയാണ്. AICC നേതൃത്വം ഇപ്പോൾ സുധാകരനെ നേരിട്ട് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. അത് നേതൃമാറ്റത്തിനാണോ അതോ ഇനി മറ്റെന്തെങ്കിലും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്കോ മറ്റുമാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. UDF യോഗം കോഴിക്കോട് കഴിഞ്ഞ ദിവസം ചേരുന്നതിനിടയിലാണ് സുധാകരൻ പെട്ടെന്ന് ഡൽഹിയിലേക്ക് പറഞ്ഞിരിക്കുന്നത്. യോഗത്തിൽ നേരത്തെ സുധാകരൻ പങ്കെടുക്കുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ അറിയിച്ചിരുന്നത്. എന്നാൽ അതിൽ നിന്നും കാത്തു നിൽക്കാതെ സുധാകരൻ പെട്ടെന്ന് ഡൽഹിയിലേക്ക് പോവുകയായിരുന്നു. അതാണ് ഇപ്പോൾ കൂടുതൽ സംശയങ്ങൾക്കും ഇടവരുത്തിയിരിക്കുന്നത്. കേരളത്തിൽ ഈ വർഷം അവസാനത്തോടുകൂടി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ അതിനിർണായകമായിട്ടുള്ള യോഗങ്ങളാണ് UDFൻ്റേതായിട്ട് നടക്കാനായിട്ട് പോകുന്നത്. അതിനിടയിൽ സുധാകരൻ്റെ അഭാവം അത് UDFൽ ചർച്ചയാകാനുള്ള സാധ്യതകളിലേക്കും ഇപ്പോൾ കാര്യങ്ങളൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതൊരു ആഭ്യന്തര വിഷയമായതുകൊണ്ട് തന്നെ പാർട്ടിയെ പ്രതിനിധീകരിച്ച മുതിർന്ന നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തുവെന്നും പാർട്ടി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. സുധാകരൻ അധ്യക്ഷ പദവിയിൽ നിന്ന് മാറുന്നത് സംബന്ധിച്ച് അത് വെറും അഭ്യൂഹങ്ങൾ മാത്രമാണെന്നാണ് മറ്റു കോൺഗ്രസ് വൃത്തങ്ങൾ പോലും ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. അഭ്യൂഹങ്ങൾ അന്തരീക്ഷത്തിൽ വട്ടമിട്ട് കറങ്ങുമ്പോഴാണ് സുധാകരനെ പെട്ടെന്ന് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചത്. വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ പാർട്ടി തലപ്പത്ത് കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകൾ നേരത്തെ മുതൽ തന്നെ പുറത്തു വന്നിരുന്നതാണ്. ഈ റിപ്പോർട്ടുകളെല്ലാം തന്നെ സാധൂകരിക്കുന്ന തിരക്കിട്ട നീക്കങ്ങളാണ് ഇപ്പോൾ പാർട്ടിയുടെ തലപ്പത്ത് അത് അങ്ങ് ഡൽഹിയിൽ തന്നെ ഇപ്പോൾ നടക്കുന്നതെന്ന കാര്യം വ്യക്തമാവുകയാണ്. ഒരു മാസം മുൻപ് ഇത് സംബന്ധിച്ചുള്ള വാർത്തകൾ പ്രൈം ടൈമിൽ പോലും മാധ്യമങ്ങൾ ഏറെ ചർച്ചയാക്കി മാറ്റിയിരുന്നു. എന്നാൽ ഒന്നും തന്നെ സംഭവിച്ചില്ല. സുധാകരൻ തന്നെ KPCC അധ്യക്ഷ പദവിയിൽ ഇപ്പോഴും തുടരുകയാണ്. എന്നാൽ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളിലായി ഇപ്പോൾ സുധാകരൻ്റെ മാറ്റം വീണ്ടും വാർത്തകളിൽ തന്നെ വലിയ രീതിയിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. ഇതിനിടെ സുധാകരൻ ഡൽഹിയിൽ എത്തുക കൂടി ചെയ്തതോടുകൂടി അഭ്യൂഹം കൂടുതൽ ശക്തമാവുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് സുധാകരൻ ഡൽഹിയിലെത്തിയത്. പിന്നാലെ കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെയുടെ വസതിയിലെത്തിയാണ് അദ്ദേഹം ചർച്ചയിൽ പങ്കെടുത്തത്. ഈ സമയമാകട്ടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഖർഗെയുടെ വസതിയിൽ എത്തുകയായിരുന്നു. അതേസമയം തന്നെ അധ്യക്ഷ പദവിയിലെ മാറ്റവുമായി ഈ ചർച്ചകൾക്ക് ബന്ധമില്ല എന്നാണ് സുധാകരനുമായിട്ട് ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. KPCCയിൽ ട്രഷറർ ഉൾപ്പെടെയുള്ള പദവികൾ ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുന്നതും സംസ്ഥാന കമ്മിറ്റിയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള നിർദ്ദേശങ്ങളും നേതൃത്വത്തിന് മുന്നിൽ വെക്കുമെന്നല്ലാതെ അധ്യക്ഷ പദവിയിൽ നിന്ന് തിടുക്കപ്പെട്ട ഒരു പിന്മാറ്റമില്ലെന്നും അനുഭാവികൾ വ്യക്തമാക്കുന്നു. എന്നാൽ സുധാകരനെ ഹൈക്കമാൻഡ് ഡൽഹിക്ക് വിളിപ്പിച്ചതാണെന്നും പ്രചരണമുണ്ട്. എങ്കിൽ പോലും ഈ നേതൃത്വവുമായി ബന്ധപ്പെട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ അനുമതി തേടിയിരുന്നുവെന്നും അത് പ്രകാരമാണ് ഡൽഹിയിലേക്ക് വന്നതെന്നുമാണ് സുധാകരന്റെ വിശ്വസ്തർ പോലും ഇപ്പോൾ അവകാശപ്പെടുന്നത്. അതേസമയം തന്നെ നേതൃമാറ്റം വളരെ വൈകാതെ ഉണ്ടാകുമെന്ന സാധ്യതകളെ ഇപ്പോൾ ചില നേതാക്കന്മാർ തള്ളിക്കളയുന്നുമില്ല. MPമാരായിട്ടുള്ള അടൂർ പ്രകാശ്, കൊടിക്കുന്നിൽ സുരേഷ്, ആന്റോ ആന്റണി, ബെന്നി ബെഹനാൻ, MLAമാരായിട്ടുള്ള റോജി M ജോൺ, സണ്ണി ജോസഫ് എന്നീ പേരുകളിൽ ഒരാൾ സുധാകരന് പകരം KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുമെന്നും ചില മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തു. സുധാകരനെ ദേശീയ പ്രവർത്തക സമിതിയിൽ ക്ഷണിതാവാക്കുമെന്നും ഈ ഫോർമുല അത് സുധാകരൻ അംഗീകരിച്ചുവെന്നുമൊക്കെയുള്ള രീതിയിലുള്ള അനവധിയായിട്ടുള്ള വാർത്തകളും ഇതിനോടകം തന്നെ വിവിധ കോണുകളിൽ നിന്നും പുറത്തേക്ക് വരുന്നുണ്ട്. എന്തു തന്നെയായാലും ഈ യാത്രയുടെ നിജസ്ഥിതി വ്യക്തമാക്കിയും തൻ്റെ നിലപാട് പരസ്യമാക്കി സുധാകരൻ വളരെ വൈകാതെ മാധ്യമങ്ങളെ കാണുമെന്ന റിപ്പോർട്ടുകളും ഇതോടൊപ്പം തന്നെ ഈ വാർത്തയ്ക്ക് പിന്നാലെ പുറത്തു വരുന്നു.